കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ട് മാറട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ചാക്കോയ്ക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. അടിയനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇനിയും കാണാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ പ്രഭാത വന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആയതിനാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യമാണ് ഞാനിവിടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സുപരിചിതമായ ഒരു വേദവാക്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ൻ്റെ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ രണ്ട് വ്യക്തികളെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു ഉപമ പറയുന്ന ആ ചരിത്ര സംഭവം നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നു. ഇതിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ മനോഭാവം നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു: 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഒരു ഭക്തൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു: പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രഭാതത്തിൻ്റെ താക്കോലും സന്ധ്യയുടെ പൂട്ടുമായി തീരട്ടെ എന്ന്. ഒരാത്മീയൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്ന ആഹ്വാനത്തോടു കൂടിയാണ്. പഴയ നിയമത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ നിരവധി ഭക്തന്മാർ പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, എലീശ പ്രാർത്ഥിച്ചു, ഹന്ന പ്രാർത്ഥിച്ചു, ദാവീദ് പ്രാർത്ഥിച്ചു, ദാനിയേൽ പ്രാർത്ഥിച്ചു. ഇങ്ങ് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. യാക്കോബ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിരിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ വാക്കിൽ ഞാൻ ഒരു ഉത്തരം പറയാം. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണികയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്തതായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തില്ല. പരാജയപ്പെട്ടു പോയ വിഷയങ്ങളുടെ മധ്യേ അതിനൊരു പുനർജീവൻ ലഭിക്കണമെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, ഏതെങ്കിലും വിഷയത്തിൻ്റെ മധ്യേ നീ പ്രയാസപ്പെട്ട് തളർന്ന് വാടിയ മുഖത്തോടുകൂടി, വേദനയോടുകൂടി, നൊമ്പരത്തോടുകൂടി ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ ഓർത്തോ, വേദപുസ്തകം ഇങ്ങനെ സംസാരിക്കുന്നു: പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് മറുപടിയുണ്ട് എന്ന്. തടസ്സപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളെ നീ പ്രതിദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ സ്പഷ്ടമായിട്ട് പറയുന്നു: നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വിഷയങ്ങൾക്കൊരു പരിഹാരം സ്വർഗം നൽകിത്തരുമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു ഘടകമാണ്. ഈ പ്രഭാതത്തിൽ എത്ര പേര് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് പറയുവാൻ കഴിയത്തില്ല. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവരെല്ലാം, പ്രത്യേകിച്ച് ദൈവമക്കൾ, പ്രഭാതം വിടരുമ്പോൾ അവനവൻ്റെ കിടക്ക് വിട്ട് എണീക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ആ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്.
യേശുക്രിസ്തു പറയുന്നു, രണ്ട് മനുഷ്യർ ഇവിടെ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആരൊക്കെയാണ് മനുഷ്യൻ? വേദപുസ്തകം പറയുന്നു, ഒന്ന് പരീശൻ, രണ്ടാമത്തെ വ്യക്തി ചുങ്കക്കാരൻ. ഈ രണ്ട് വ്യക്തികളുടെയും പ്രാർത്ഥനയുടെ മനോഭാവമാണ് നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ വ്യക്തി പരീശൻ. നമുക്കൊന്ന് ചിന്തിക്കാം. ഇദ്ദേഹം സമൂഹത്തിൽ വിലയും നിലയുമുള്ള മനുഷ്യനാണ്. ഈ പരീശൻ അവനോട് തന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെപ്പോലെ നീതിമാനായ ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ഇല്ല. എന്നെപ്പോലെ കഴിവുള്ളവൻ, എന്നെപ്പോലെ പ്രാപ്തിയുള്ളവൻ, എന്നെപ്പോലെ യോഗ്യതയുള്ളവൻ, എന്നെപ്പോലെ നീതിമാനായ ഒരു വ്യക്തി ഞാൻ പാർക്കുന്ന ഈ സമൂഹത്തിൽ ഇല്ല. അവൻ സ്വയം തന്നെ അവനെ പുകഴ്ത്തുകയാണ്. അതാണ് അവൻ്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മനോഭാവം. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തിക്കെട്ടി അവൻ്റെ പ്രാർത്ഥന ശരിയല്ല, അവൻ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, ഞാൻ എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്നതിൻ്റെ 1% ദൈവത്തിന് കൊടുക്കുന്നു, അവൻ ചെയ്ത പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ പൊക്കിക്കാണിക്കുകയാണ്. ഞാനാണ് ഈ സമൂഹത്തിൽ നല്ല മനുഷ്യൻ, ഞാനാണ് ഈ സമൂഹത്തിൽ നീതിയുള്ള മനുഷ്യൻ, എന്നെപ്പോലെ ഒരു വ്യക്തിയും എവിടെയില്ല. അവൻ അവനെ തന്നെ പുകഴ്ത്തുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നു, പിടിച്ചു പറിക്കാരെ പോലെയോ, നീതി കെട്ടവരെ പോലെയോ, വ്യഭിചാരികളെ പോലെയോ, ശേഷം മനുഷ്യരെ പോലെയോ, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തത് കൊണ്ട് ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നോ. കണ്ടോ ആ പ്രാർത്ഥനയുടെ മനോഭാവം? നിങ്ങൾ കണ്ടോ? സ്വയം പുകഴ്ത്തുകയാണ്. ഞാൻ ഈ പിടിച്ചു പറിക്കാരെ പോലെയല്ല, ഈ ചുങ്കം പിരിക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, നീതികെട്ട ജനത്തെ പോലെയല്ല, സ്തോത്രം, സാധാരണ മനുഷ്യരെ പോലെയല്ല. അവനെ തന്നെ ഒന്ന് പൊക്കിക്കാണിക്കുകയാണ് സമൂഹത്തിൻ്റെ മുൻപിൽ. ഈ പ്രാർത്ഥന ദൈവം പ്രസാദിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം കൈക്കൊള്ളുന്നില്ല. തന്നെത്താനെ താഴ്ത്തുകയാണെങ്കിൽ, ഞാനൊന്നുമില്ല, ഞാൻ കുറഞ്ഞവനാണ്, സ്തോത്രം, അങ്ങയുടെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞതുപോലെ ദൈവസന്നിധി താഴ്ത്തുന്ന ഒരു മനോഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൈക്കൊള്ളുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ആ പരീശൻ അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഓരോന്നോരോന്നായി എണ്ണി അവൻ പറയുകയാണ്, ഞാൻ ഈ വ്യക്തികളെ പോലെയൊന്നുമല്ല, ഞാൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സഭകളിലും ഈ മനോഭാവമുള്ള ഒട്ടനവധി നിരവധി ദൈവമക്കളുണ്ട്. മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, മറ്റുള്ളവനെ ഇടിച്ചിട്ട്, മറ്റുള്ളവനെ എത്രത്തോളം അവനെ താഴ്ത്തിക്കെട്ടാമോ അത്രത്തോളം നിലയിൽ അവനെ താഴ്ത്തിക്കെട്ടിയിട്ട് ഞാൻ ഏതാണ്ട് മിടുക്കനാണ്, ഞാൻ ഏതാണ്ട് നല്ലവനാണ്, ഞാൻ എന്തൊക്കെയോ സഭയിൽ ചെയ്യുന്നു, ഞാൻ എന്തൊക്കെയോ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നു എന്ന നിലവാരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കേമനാണെന്ന് വിളംബരം ചെയ്യുന്ന പരീശനെ പോലുള്ള വ്യക്തികൾ നമ്മുടെ സഭയ്ക്കുള്ളിലും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ഇവരെയൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല. സമൂഹം ശ്രദ്ധിക്കും, സ്വത്രം പബ്ലിക് ശ്രദ്ധിക്കും, പക്ഷേ ശ്രദ്ധിക്കാത്ത ഒരുവനുണ്ട്, മുകളിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഉന്നത ഭാവത്തോടുകൂടി, നികളഭാവത്തോടുകൂടി ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തുക. ഹല്ലേലൂയ. ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി എത്രയോ വ്യക്തികളെ നേടിയെടുത്തിട്ടുണ്ട്, ഞാൻ മുഖാന്തരമാണ് ഇത് നടക്കുന്നത്, എന്നെക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്ന ഉന്നത ഭാവം നിങ്ങളുടെ ഹൃദയം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തു, അതിനെല്ലാം സ്തോത്രം ദൈവസന്നിധിയിൽ നീ താഴ്ത്തി സമർപ്പിക്കുവാൻ തയ്യാറാകണം. പിന്നെ ഈ പരീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും, സ്തോത്രം. പിന്നെ പറയുന്നു, എനിക്ക് കിട്ടുന്നതിൻ്റെ 1% ലാഭം 10-1 ഞാൻ ദശാംശം ദൈവത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ്. സ്വയം പുകഴ്ത്തുകയാണ്. അവൻ ചെയ്ത പ്രവൃത്തികൾ അക്കമിട്ട് എണ്ണമിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ 10 പേര് അറിയണം ഞാൻ ആത്മീയനാണെന്ന്, സമൂഹം അറിയണം ഞാൻ നല്ല ഒരു ആത്മീയനാണ്. ആ സ്വയം പുകഴ്ത്തി പറയുകയാണ്. 10 പേര് കേൾക്കുമ്പോൾ വിചാരിക്കും, ഈ പരീശൻ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ള ജനങ്ങളെക്കാളിലും വ്യത്യസ്തമായി ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, സമൂഹം അങ്ങനെ ചിന്തിച്ചാലും ദൈവം
അങ്ങനെ ചിന്തിക്കത്തില്ല കേട്ടോ. ദൈവം പ്രസാദിക്കത്തില്ല കേട്ടോ. 5 വട്ടം 10 വട്ടം 2 വട്ടം 3 വട്ടം 40 വട്ടം ഉപവസിച്ചാലും ഉന്നത ഭാവം നിനക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നിനക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വൃതമായി മാർഗത്തേയുള്ളൂ. സ്തോത്രം. താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പരീശൻ സമൂഹത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഈ പിടിച്ചുപറിക്കാരെ പോലെയല്ല, ഈ നീതികെട്ടവരെ പോലെയല്ല, ഈ വ്യഭിചാരികളെ പോലെയല്ല. സ്തോത്രം. ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, വിളംബരം ചെയ്യുന്നു, ഞാൻ കിട്ടുന്നതിനൊക്കെ ദശാംശം കൊടുക്കുന്നു, സ്വയം വിളംബരം ചെയ്യുന്നു. അവനെ തന്നെ ഉയർത്തി കാട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉയർത്തേണ്ടത് നീ നിന്നെ തന്നെയല്ല, നീ ഉയർത്തേണ്ടത്, ഞാൻ ഉയർത്തേണ്ടത്, നമ്മൾ ഉയർത്തേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത് എന്ന ആത്മീയ ബോധം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നു ചുങ്കക്കാരൻ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ചുങ്കക്കാരൻ. സ്തോത്രം. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് ഈ ചുങ്കക്കാർക്കുള്ളത്. നോക്കണം, എത്രയോ ധനങ്ങൾ, എത്രയോ സമ്പത്ത് ഒരു പക്ഷേ ഈ വ്യക്തിക്കുണ്ടായിരിക്കാം, ഉന്നത ഭാവമുണ്ടായിരിക്കാം, നികള ഹൃദയമുണ്ടായിരിക്കാം. സ്തോത്രം. പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ പിഴിഞ്ഞ് ചുങ്കം പിരിച്ച റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു ടാക്സ് കളക്ടർ, ചുങ്കക്കാരൻ. നോക്കണം, അദ്ദേഹത്തിൻ്റെ മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത്രയൊക്കെ അഹങ്കരിക്കേണ്ട മനുഷ്യൻ, ഇത്രയൊക്കെ സ്വയം പുകഴ്ത്തേണ്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ മനസ്സ് തകർന്നടിയുകയാണ്. നമുക്കൊക്കെ അഹങ്കരിക്കാൻ എന്താണ് ഈ ലോകത്തുള്ളത്? ഒന്നുമില്ല. ഒന്നും നമ്മൾ നേടിയെടുത്തിട്ടില്ല. എന്തൊക്കെയോ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയോ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണഭങ്കുരമാണതൊക്കെ. ശലോമോൻ പറഞ്ഞതുപോലെ എല്ലാം മായയാത്രേ. സ്തോത്രം. എന്നാൽ നശിക്കാത്തത് ഒന്നുണ്ട്, അത് നമ്മുടെ ആത്മാവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവേലി, പ്രാർത്ഥനയുടെ മനോഭാവം ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നീ മാറ്റിയെടുക്കണം. നിന്റെ പ്രാർത്ഥനയുടെ രീതി തന്നെ മാറേണ്ടിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മനോഭാവം തന്നെ മാറേണ്ടിയിരിക്കുന്നു. പല വിഷയങ്ങൾക്കും വിടുതൽ കിട്ടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, നിന്റെ മനസ്സിന് മാറ്റം സംഭവിക്കുന്നില്ല, നിന്റെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ മനോഭാവം മാറട്ടെ, നിന്റെ സ്വഭാവം മാറട്ടെ, അല്ലെങ്കിൽ നിന്റെ ജീവിത രീതി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന്, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ദേവാലയത്തിനോട് അടുത്തു വരുവാൻ കഴിയാത്ത നിലവാരത്തിൽ തകർന്ന മനസ്സോടുകൂടി, ഉള്ളം നൊന്ത്, എനിക്ക് ആ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് പോലും പോകുവാൻ യോഗ്യതയില്ലെന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് ദൂരത്ത് നിന്ന് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്ത് കരമടിച്ച് പൊട്ടിക്കരയുന്ന ചുങ്കക്കാരൻ്റെ ആ മനോഭാവം, ആ ചുങ്കക്കാരൻ്റെ ആ ഒരു മനോഭാവം നമുക്കുമുണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ അവൻ സ്വയം താഴുവാൻ ആഗ്രഹിക്കുകയാണ്. മറുഭാഗത്ത് പരീശൻ വിളിച്ചു പറയുന്നു, ഞാൻ ഇവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരു ടാക്സ് കളക്ടർ, ചുങ്കം പിരിക്കുന്ന ചുങ്കക്കാരൻ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് പോലും വരുവാൻ കഴിയാതെ അത്രയ്ക്ക് അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവത്തെ പേടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട്, സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ സ്വന്തം മാറത്ത് കരമടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ചെയ്തു കൂട്ടിയ അന്യായങ്ങളുടെ പിന്നിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ സ്തോത്രം കണക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അവൻ്റെ കണ്ണ് നിറയുകയാണ്. ദൈവമേ, ഇത്രയും പാപഭാരവും പെറിക്കൊണ്ട് അപ്പൻ്റെ ആലയത്തിൻ്റെ ഒക്കെ അടുത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല എന്നവൻ സ്വയം താഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, സ്വയം താഴ്ത്തുന്ന ഒരു മനോഭാവം നിന്റെ ജീവിതത്തിലുണ്ടായെങ്കിൽ ആ വിഷയത്തിനൊരു വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വേഗത്തിൽ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ആ ചുങ്കക്കാരനെ സ്തോത്രം, ഒരുപാട് ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലൂടെ കയറി ഇറങ്ങി പോവുകയാണ്. മനുഷ്യൻ ഒന്ന് ചിന്തിക്കുകയാണ്, എന്നാണ് ഞാൻ ഇപ്പോൾ വന്നു നിൽക്കുന്നത്
ആ ദേവാലയത്തിൻ്റെ അടുത്തേക്കാണ്. സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ സ്തോത്രം സാന്നിധ്യമുണ്ട്. ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാ, ഞാനോ അശുദ്ധി നിറഞ്ഞ മനുഷ്യൻ. സ്തോത്രം. ദേവാലയത്തിൽ എൻ്റെ കാലുകുത്തുവാൻ എനിക്ക് യോഗ്യതയില്ല. കാരണം എൻ്റെ കാലുകൾ പാവങ്ങളിലൂടെ യാത്ര ചെയ്തതാണ് കഴിഞ്ഞ നീണ്ട നാളുകൾ. സ്തോത്രം. ആ ദേവാലയത്തിൻ്റെ അടുത്ത് എന്ന് കരം കുപ്പി പ്രാർത്ഥിക്കുവാൻ യോഗ്യതയില്ല. കാരണം ഈ കരകൾ കൊണ്ട് ഞാൻ സ്തോത്രം ചുങ്കം പിരിവ് നടത്തുന്ന വ്യക്തിയാണ്. അവർ തന്നെ കുറ്റബോധമുണ്ടാകുകയാണ്, അവർ തന്നെ പശ്ചാത്താപമുണ്ടാകുകയാണ്. സ്തോത്രം. അതെ, സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്ത് കരമടിച്ച് പൊട്ടിക്കരയുന്ന ചുങ്കക്കാരൻ പറയുന്ന ഒരു വാക്ക് വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യൻ. സ്തോത്രം. ഞാൻ പാപിയായ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ ഒറ്റ വാക്കുകൊണ്ടാണ് ചുങ്കക്കാരൻ്റെ ജീവിതം തന്നെ മാറി മറയുവാനിടയായി തീർന്നതാ. ഹല്ലേലൂയ. ഞാൻ പാപിയായ മനുഷ്യൻ സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ഭൂതകാലത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ ഹല്ലേലൂയ, ഒരു നല്ല വശം പോലും പറയുവാൻ ഈ ചുങ്കക്കാരനില്ലായിരുന്നു. വർത്തമാനകാലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും നല്ല കാര്യം പറയുവാനില്ലായിരുന്നു. ഹല്ലേലൂയ. ഉള്ളം നൊന്ന് വിങ്ങിപ്പൊട്ടി പശ്ചാത്താപം കൊണ്ട് തൻ്റെ ശരീരം വീർപ്പുമുട്ടിയപ്പോൾ അറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീരിൻ്റെ ധാരധാരയായി താഴെ കൊഴുകുകയാണ്. ദൂരത്ത് നിന്ന് അതേ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് പോലും പോകുവാൻ യോഗ്യതയില്ലെന്ന ഒരു കുറ്റബോധം തനിക്ക് മനസ്സിലുണ്ടായപ്പോൾ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അത്രയ്ക്ക് പാപം ചെയ്ത വ്യക്തിയാണെന്ന കുറ്റബോധം ചുങ്കക്കാരൻ്റെ ഉള്ളിൽ ഉടലെടുത്തപ്പോൾ അമാറത്ത് കരമടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒറ്റ പ്രാർത്ഥന: ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട ദൈവവേലി, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേലി, ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചോ. ഞാൻ പാപിയായ മനുഷ്യൻ. ഹല്ലേലൂയ. എന്നോട് കരുണ തോന്നണമേ. യെരിഹോ പട്ടണത്തിൽ ഒരു മനുഷ്യൻ നിലവിളിക്കുന്നു, കുരുടൻ. എന്താണ്? ഹല്ലേലൂയ, എനിക്ക് കാഴ്ച ലഭിക്കണമേ, ഞാൻ പാപിയാണെന്ന്. സ്തോത്രം. ഇന്ന് രാത്രികാലം എത്ര പേർ പറയുന്നു ഞാൻ പാപിയാണെന്ന്? ഞാൻ ഇപ്പോൾ ചെയ്തതുവരെ, ഇന്നലെ വരെ ചെയ്തതുവരെ, ഹല്ലേലൂയ, ഇനി മുൻപോട്ട് എൻ്റെ സമയങ്ങൾ കിടക്കുകയാണ്. ഇനി ഞാൻ പാപത്തിൽ വഴുതി വീണ് പോകത്തില്ല. ചെയ്ത തെറ്റുകളെ പൊറുക്കണമേ. ചെയ്തു പോയ പാപങ്ങളോട് അവിടുന്ന് കരുണ തോന്നണമേ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് നിലവിളിക്കുവാൻ തയ്യാറായോ? ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. ദൈവം പ്രസാദിക്കുന്നത് താഴ്മയുള്ള മനോഭാവം ഉള്ള വ്യക്തികളുടെ പ്രാർത്ഥനയാണ്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചുങ്കക്കാരൻ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, ഒരു വാക്കേ പറഞ്ഞതുള്ളൂ. ഇവിടെ മനുഷ്യനാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. അവൻ്റെ പ്രാർത്ഥന പബ്ലിക്കിൻ്റെ മുമ്പിലാണ്, ജനം കേൾക്കുന്ന രീതിയിലാണ്, സഭയിലെ വിശ്വാസികൾ കേൾക്കുന്ന രീതിയിലാണ്, സമൂഹം കേൾക്കുന്ന രീതിയിലാണ്, യഹൂദന്മാർ കേൾക്കുന്ന രീതിയിലാണ് ആ പരീശൻ പ്രാർത്ഥിച്ചത്. ചുങ്കക്കാരൻ അങ്ങനല്ല, വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ, ഹല്ലേലൂയ, ചെയ്തു കൂട്ടിയ ക്രമക്കേടുകളുടെ ആ ഒരു സ്വന്തം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ കുറ്റബോധം ആ ചുങ്കക്കാരനുണ്ടായി. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും ചില കുറ്റബോധങ്ങൾ ഉണ്ടാകട്ടെ. ആ കുറ്റബോധം ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ നീ ഏറ്റു പറയുവാൻ തയ്യാറായാൽ വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. പലപ്പോഴും നമ്മൾ സമയങ്ങളെ വേർതിരിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പക്ഷേ വിഷയത്തിന് ഇതുവരെ മറുപടി ലഭിക്കുന്നില്ല. സ്തോത്രം. പല സഭകളിൽ പല ദേവദാസന്മാരുടെ അടുത്ത്, ദൈവമക്കളുടെ അടുത്ത് ഫോണിലൂടെ വിളിച്ചൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ അറിയിക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിടുതലില്ല. ദൈവത്തിൻ്റെ വയതിലെ നിൻ്റെ വിഷയത്തിൻ്റെ മധ്യേ ഇന്ന് പ്രഭാതത്തിൽ നീ ഇരിക്കാൻ തയ്യാറാൽ, ഒരു കുറ്റബോധത്തോടു കൂടി, സമർപ്പണബോധത്തോടു കൂടി ദൈവസന്നിധിയിൽ താഴ്ത്തി ഇരിക്കാൻ തയ്യാറായാൽ നിൻ്റെ വിഷയത്തിന് ദൈവം നിനക്ക് വിടുതൽ നൽകി തരുമെന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായിത്തീർന്നു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുവാനിടയായിത്തീർന്നു. അവനൊറ്റ പ്രാർത്ഥന കൊണ്ട് നീതീകരിക്കപ്പെട്ടവരായി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ചരിത്രം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ,
ഇന്ന് പകൽക്കാലം താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉന്നത ഭാവത്തോടുകൂടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവസന്നിധി തന്നെ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ദൈവസന്നിധി താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്ന ആഹ്വാനം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ചെറിയ വചനചിന്ത നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നീതികെട്ടവനായി, സ്തോത്രം, നീതിയുള്ളവനായി, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ നീതികെട്ടവനായി നടന്നു. ഇപ്പോൾ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീതീകരിക്കപ്പെട്ടവനായി സ്വന്തം ഭവനത്തിലേക്ക് നടന്നു പോകുന്ന കാഴ്ച നമുക്ക് കണ്ണാൽ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. സമൂഹം എന്ത് വിധിക്കട്ടെ, സമൂഹം എന്തും വിളിച്ചു പറയട്ടെ നിന്നെക്കുറിച്ച്, കൂട്ടുകാരികൾ എന്ത് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. ചുറ്റുപാടുള്ളവർ നിന്നെക്കുറിച്ച് എന്തും വിധി എഴുതട്ടെ, ഹല്ലേലൂയ. സഭയിലുള്ളവർ നിന്നെക്കുറിച്ച് എന്തും വിളിച്ചു പറയട്ടെ, നീ അവരെ നോക്കണ്ട. ദൈവസന്നിധി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനൊരു പരിഹാരം ദൈവം നൽകിത്തരാൻ പോവുകയാണ്. നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, കുറ്റപ്പെടുത്തുന്ന നടുവിൽ, ഹല്ലേലൂയ, ചേർത്ത് പിടിച്ചവരൊക്കെ ഒരുപക്ഷെ നിന്നെ വിട്ടുപിരിഞ്ഞേക്കാം. ഹല്ലേലൂയ. സഹായിക്കേണ്ടവരൊക്കെ ഒരുപക്ഷെ, ഹല്ലേലൂയ, നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. തകർന്ന മനോഭാവത്തോടുകൂടി തകർച്ചയുടെ നടുവിലും ദൈവസന്നിധി മുഴങ്ങാൻ മടക്കി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആ പ്രാർത്ഥന ദൈവം പ്രസാദിക്കും. അതിന് മറുപടി നൽകിത്തരും. നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയ ചുങ്കക്കാരൻ്റെ ചരിത്രം നിങ്ങൾ തിരുവചനത്തോട് പഠിച്ചു നോക്കിക്കേ. കഴിഞ്ഞ നാളുകളിൽ ഭൂതകാലത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പറ്റി പറയുവാൻ ഒന്നുമില്ലായിരുന്നു. ഒരു വിശുദ്ധിയുടെ ഒരു അംശം പോലും തൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എല്ലാം അശുദ്ധി നിറഞ്ഞ ജീവിതമായിരുന്നു. ഒറ്റ പ്രാർത്ഥന കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിയെടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഉന്നത ഭാവം വെടിഞ്ഞ് നികള ഹൃദയങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തുന്ന മനോഭാവം, ദൈവസന്നിധി താഴ്ത്തുന്ന മനോഭാവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കും എനിക്കും ഉണ്ടായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നീതീകരിക്കപ്പെട്ടവനായി സ്വന്തം ഭവനത്തിലേക്ക് ആ ചുങ്കക്കാരൻ നടന്നു പോകുമ്പോൾ ഇതാ അപ്പുറത്ത് നിന്ന് വരീശൻ ചങ്ക് പൊട്ടി തകരുകയാണ്. അവൻ്റെ ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? കാരണം ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിച്ചില്ലേ, ഞാൻ കിട്ടുന്നതിലൊക്കെ പതാരം നിനക്ക് തരുന്നില്ലേ? ഈ പിടിച്ചുപറിക്കാരെ പോലെയല്ല, ഈ വ്യഭിചാരികളെ പോലെയല്ല. അവൻ വാവിട്ട് പൊട്ടി കരയുകയാണ് ദൈവസ്ഥലില്ല. എന്താണ് അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയുകയാണ്. പക്ഷെ ദൈവം അതിൻ്റെ ചെയ്യുന്നില്ല, ദൈവം പ്രസാദിക്കുന്നില്ല. ആ പരീക്ഷ തിരിഞ്ഞു നോക്കുമ്പോൾ നീതീകരിക്കപ്പെട്ടവനായി ഇതാ ചുങ്കക്കാരൻ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഒരു കാര്യം ഞാൻ പറയുകയാണ്. ചുറ്റുപാടും, ഹല്ലേലൂയ, നമ്മളെ നിന്ദിച്ചവർ കാണും കേട്ടോ. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയെ കുറ്റപ്പെടുത്തുന്നവർ കാണും. നീ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ അതിനെ നോക്കി വിധിക്കുന്നവർ കാണും. സ്തോത്രം, ഭാരപ്പെടേണ്ട. നീതീകരിക്കപ്പെട്ടവനായി നീ മടങ്ങിപ്പോകുന്ന ഒരു സമയം മുൻപിലുണ്ട് കേട്ടോ. അവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിലേക്ക് പോയി. അവരുടെ മനോഭാവം ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. ഏത് മനോഭാവത്തിലാണ് ദൈവം പ്രസാദിച്ചത്? ആ ചുങ്കക്കാരൻ്റെ മനോഭാവത്തിൽ ദൈവം പ്രസാദിച്ചു. അവന് കുറ്റബോധമുണ്ടായി. അവന്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വലിയ പശ്ചാത്താപം ഉണ്ടായതുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, വാക്കുകൾ കൊണ്ട്, ഹല്ലേലൂയ, 100,000 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കുറ്റബോധത്തോടു കൂടി ഒരൊറ്റ വാക്കിൽ നീ പ്രാർത്ഥിച്ചാൽ ആ വാക്ക് ദൈവം കേൾക്കും. ആ വിഷയത്തിന് ദൈവം പരിഹാരം നൽകി തരും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രത്തോളം വചനം സംസാരിക്കുവാൻ സമയം തന്ന പ്രത്യേക പാസ്റ്റർ ജോസഫ് ചാക്കോയോടുള്ള നന്ദിയും ഈ ഗ്രൂപ്പിനുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ചെറിയ തിരുവചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേട്ട എല്ലാ ദൈവമക്കളെയും, ഇനിയും കേൾക്കാനിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അതിനനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആ ചുങ്കക്കാരനെ പോലെ ഞാനൊരു പാപിയാണ് ദൈവമേ, എന്നോട് കരുണ തോന്നണമേന്ന്, ഹല്ലേലൂയ, താഴ്മയോടെ വിനയത്തോട് പ്രാർത്ഥിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിലെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം. എല്ലാം ഞങ്ങളുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ആൾ.